BGC 101, Block 1, Unit 1, Indian Aesthetics and Introduction. Origin of Indian Classical Drama. Indian classical drama originated in ancient India with roots dating back to around 200 BCE. Indian classical drama ഒറിജിനേറ്റ് ചെയ്തത് പുരാതന ഭാരതത്തിലാണ്. ഏതാണ്ട് BC 200 കാലഘട്ടത്തോടടുത്താണ് അതിൻ്റെ വേരുകൾ നമുക്ക് കാണാനാവുക. The tradition of dramatic literature and performance evolved over time. നാടകീയ സാഹിത്യം, അതിൻ്റെ പ്രകടനം ഒക്കെ പെട്ടെന്നൊരു ദിവസമല്ല, കാലഘട്ടങ്ങൾ കൊണ്ട് ഇവോൾവ് ചെയ്തു വന്നതാണ്. ഇവോൾവ് ഓവർ ടൈം, ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. ഏതെങ്കിലും ഒരു സിംഗിൾ ഫാക്ടർ അല്ല, ഒത്തിരി ഫാക്ടേഴ്സിനാൽ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഇവോൾവ് ചെയ്തു വന്നത്. ഏർലി എവിഡൻസ് എന്താണെന്ന് നോക്കാം. അശ്വഘോഷ എന്ന് പറയുന്ന ഒരു ബുദ്ധചരിതമൊക്കെ എഴുതിയ ആളാണ് അശ്വഘോഷ. ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫറാണ്. അദ്ദേഹം 2nd സെഞ്ചുറി BCE ജീവിച്ചിരുന്നത്. അദ്ദേഹമാണ് ഫസ്റ്റ് സാൻസ്ക്രിറ്റ് ഡ്രാമ എഴുതിയ ആള് എന്ന് കരുതപ്പെടുന്നു. ബുദ്ധിസ്റ്റ് ഫിലോസഫർ അശ്വഘോഷ, who lived in the 2nd century BCE, is considered as one of the first Sanskrit dramatists. ബുദ്ധിസ്റ്റ് സൂത്താസ് ആണ് അടുത്തതായിട്ടുള്ളത്. പാലി സൂത്താസ് ഫ്രം 5th to 3rd century BCE mention troops of actors performing dramas on stage, incorporating dance. നൃത്തം പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടം നടീനടന്മാരുടെ സംഘം, പ്രധാന ആക്ടർ അടക്കമുള്ള സംഘം സ്റ്റേജിൽ വന്ന് അവരുടെ കലാ കഴിവുകൾ അവതരിപ്പിക്കുന്നു. ഇത് BC 5-3 നൂറ്റാണ്ടുകൾക്കിടയിൽ ഇത്തരമൊരു കാര്യം നടന്നിരുന്നു എന്ന് പാലി സൂത്തങ്ങൾ പറയുന്നു. പുതുമത സൂത്രങ്ങളിലാണ് പറയുക. ബുദ്ധിസ്റ്റ് സൂത്താസിൽ പാലി ഭാഷയിൽ എഴുതപ്പെട്ടവരാണ്. ഇങ്ങനെയൊന്ന് കാണുക. ഇനി തുടർന്നുള്ള അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് സർവൈവിംഗ് ഫ്രാഗ്മെന്റ്സ് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ ഡേറ്റ് ബാക്ക് ടു 200 BCE. ഏതാണ്ട് BC 200 അടുപ്പിച്ച് എഴുതപ്പെട്ട സാൻസ്ക്രിറ്റ് ഡ്രാമാസ് ആണ് നമുക്ക് ഇന്ന് സർവൈവ് ചെയ്യുന്ന ഏർലിയസ്റ്റ് ആയിട്ട് എന്ന് പറയാവുന്ന ഡ്രാമകൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പതഞ്ജലിയുടെ മഹാഭാഷ്യം അത്തരത്തിലൊന്നാണ്. The Mahabhashya by Patanjali, which was written during 140 BCE, provides insight into the beginning of Sanskrit drama. സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ തുടക്കത്തിലേക്ക് നമുക്ക് അറിവ് നൽകുന്നുണ്ട്. ഓക്കെ, ഇൻഫ്ലുവൻസസ് നോക്കാം. The debate about Greek influence on Indian drama continues, with some scholars arguing for Greek inspiration. ഗ്രീക്കുകാരുടെ നാടകങ്ങൾ ഇന്ത്യൻ നാടകത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവർ ഒരു വശത്ത്, അതൊരു തർക്കവിഷയമാണ്, അത് ഇന്നൊരു ഡിബേറ്റാണ്. ഇല്ല, ഇന്ത്യൻ നാടകങ്ങളെ ഗ്രീക്ക് നാടകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നവർ മറുവശത്ത്. പക്ഷേ ഗ്രീക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കീ പോയിന്റ്സ് നോക്കാം. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഡെവലപ്ഡ് ഓവർ സെഞ്ചുറീസ്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഡെവലപ്പ് ചെയ്തു വന്നത് നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. ഷേപ്പിംഗ് ബൈ വേരിയസ് കൾച്ചറൽ ആൻഡ് ലിറ്റററി ഇൻഫ്ലുവൻസസ്. ഒത്തിരി കൾച്ചറൽ ഇൻഫ്ലുവൻസുകളും ഒത്തിരി ലിറ്റററി ഇൻഫ്ലുവൻസുകളും അതിന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ദി എക്സാക്ട് ഒറിജിൻ ഈസ് കോംപ്ലക്സ് വിത്ത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇറ്റ്സ് എവല്യൂഷൻ. അതിൻ്റെ കൃത്യമായ ഒറിജിൻ വളരെ കോംപ്ലക്സ് ആണ്. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് അതിൻ്റെ എവല്യൂഷന് കാരണമായിട്ടുള്ളത്. ദി ഒറിജിൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഡേറ്റ്സ് ബാക്ക് ടു അറൌണ്ട് 200 BCE. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഏതാണ്ട് 200 BCE വരെയും നമുക്ക് പുറകോട്ട് കണ്ടെത്താൻ കഴിയും. ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ബുദ്ധിസ്റ്റ് ആൻഡ് വേദിക് ട്രഡീഷൻസ്. ബുദ്ധിസ്റ്റ് ട്രഡീഷൻസും വേദിക് ട്രഡീഷൻസും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അശ്വഘോഷ ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഫസ്റ്റ് സാൻസ്ക്രിറ്റ് ഡ്രാമറ്റിസ്റ്റ്. അശ്വഘോഷൻ ആദ്യത്തെ സാൻസ്ക്രിറ്റ് ഡ്രാമറ്റിസ്റ്റ് ആയിട്ട് കരുതപ്പെടുന്നു. ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ ഡ്രാമ വാസ് ലൈക്ലി ഷേപ്ഡ് ബൈ മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസസ്. ഇന്ത്യൻ ഡ്രാമയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഒന്നല്ല, പലതരം കാരണങ്ങളാണ്. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് പോസിബിൾ ഗ്രീക്ക് ഇൻസ്പിറേഷൻ. എന്തിനധികം പറയണം, ഗ്രീക്കുകാരുടെ പ്രചോദനം അഥവാ സ്വാധീനം പോലും അതിന് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഒരു ചോദ്യം നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഇങ്ങനെയാണ്: ക്യാൻ യു ഗീവ് എ ബ്രീഫ് ഔട്ട് സ്ട്രക്ചർ ഓഫ് ദ ഐഡിയലൈസ്ഡ് പ്ലോട്ട് സ്ട്രക്ചർ ഓഫ് ദ സാൻസ്ക്രിറ്റ് ഡ്രാമ consisting of its 5 transitions that led to a final culmination of the events.
നാടകത്തിലെ സംഭവ പരമ്പരകളുടെ അന്തിമമായ പരിസമാപ്തിയിലേക്ക് എത്തുന്നതിന് മുമ്പ് സംസ്കൃത നാടകങ്ങൾ ഒരു പൊതു സ്ട്രക്ചർ കഥാഘടനയിൽ പ്ലോട്ട് സ്ട്രക്ചറിൽ സ്വീകരിക്കാറുണ്ട്. ആ 5 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? സാൻസ്ക്രിറ്റ് ഡ്രാമാസ് ഐഡിയലൈസ്ഡ് പ്ലോട്ട് സ്ട്രക്ചേഴ്സ് കൺസിസ്റ്റ് ഓഫ് 5 ട്രാൻസിഷൻസ്. സംസ്കൃത നാടകങ്ങളുടെ മാതൃകാപരമായ കഥാഘടന സാധാരണ 5 രൂപാന്തരണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ലീഡ് ടു എ ഫൈനൽ കൾമിനേഷൻ. ഒടുവിൽ ഈ 5ാമത്തെ ഘട്ടം അന്തിമമായ പരിസമാപ്തി ഘട്ടമാണ്, ഫൈനൽ കൾമിനേഷൻ ഘട്ടമാണ്. അങ്ങോട്ടേക്കാണ് കഥ നയിക്കപ്പെടുന്നത്. ഓഫ് ദ ഇവന്റ്സ് ഡെപിക്റ്റഡ്, ആദ്യത്തെ 4 സംഭവങ്ങളിലൂടെ. ദ ഫസ്റ്റ് ഈസ് ഒറിജിൻ. അതിൽ ഒന്നാമത്തെ കഥാഘടനയിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മുഖ അഥവാ ഒറിജിൻ ആണ്. എന്ന് വെച്ചാൽ ആമുഖം എന്നർത്ഥം. വിച്ച് സ്റ്റേറ്റ്സ് ദ സീഡ്സ് ഓർ ദ ബിഗിനിങ് ഓഫ് ദ പ്ലോട്ട്. കഥയുടെ തുടക്കം അവിടെയാണ് പറഞ്ഞു വയ്ക്കുക. കഥയുടെ ഒരു അവതരണം, ഇൻട്രൊഡക്ഷൻ അവിടെയാണ്. രണ്ടാമത്തെ ഘട്ടം ദ സെക്കൻഡ് ഈസ് ദ ഇൻസിഡന്റ്. രണ്ടാമത്തേത് ഒരു സംഭവമാണ്, പ്രതിമുഖ എന്നാണ് ഇതിനെ പറയുന്നത്. വിച്ച് ഡെവലപ്സ് ദ പ്ലോട്ട് ഫർദർ. കഥയിലെ കഥാസന്ദർഭത്തെ കുറച്ചും കൂടി വികസിപ്പിക്കുന്നത് ഈ പ്രതിമുഖയാണ്. ബൈ ഷോയിങ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് ഇവന്റ്സ്. ഗുഡ് ഇവന്റ്സും ബാഡ് ഇവന്റ്സും അതിനകത്ത് ഉണ്ടാവാറുണ്ട്. ദ തേർഡ് ഈസ് ജേം. മൂന്നാമത്തേത് ജേം ആണ്, ഗർഭ. where good actions or events seem to lead towards the aim or ഫല. അവിടെ നല്ല പ്രവൃത്തികൾ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഫലത്തിലേക്ക് നയിക്കപ്പെടുന്നു. ദ ഫോർത്ത് ഈസ് ക്രൈസിസ്. നാലാമത്തേത് ക്രൈസിസ് ആണ്, വിമർശയാണ്. വേർ ബാഡ് ആക്ഷൻസ് ഓർ ഇവന്റ്സ് സീം ടു ഔട്ട്വെയ് ദ ഗുഡ്. മോശം പ്രവൃത്തികൾ നന്മ പ്രവൃത്തികളെ മറികടക്കുന്നു, അതാണ് വിമർശ എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രൈസ് എവേ ഫ്രം ദ എയിം. ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിച്ച് മാറ്റിക്കൊണ്ടുപോകുന്നു, എയിമിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുന്നു. 5ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫിഫ്ത്ത് ഈസ് കംപ്ലീഷൻ ആണ്, നിർവഹണം എന്നാണ് അതിനെ പറയുന്നത്. ദാറ്റ് ബ്രിങ്സ് ടുഗദർ ഓൾ ദ ഡിഫറെന്റ് നരേറ്റീവ്സ്. കഥയിൽ ഇന്നേവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യത്യസ്തമായ നരേറ്റീവുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇൻ ദ പ്ലേ ടു എ ഡെഫിനറ്റീവ് കൺക്ലൂഷൻ. എന്നിട്ട് ഒരു അന്തിമമായ കൺക്ലൂഷനിലേക്ക് അതെത്തിക്കുന്നു. ഇനി അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ബൈലിംഗൽ നേച്ചർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ. സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ബൈലിംഗൽ സ്വഭാവത്തെക്കുറിച്ച് ഒരു ചെറുകുറിപ്പ് എഴുതുക. അപ്പോൾ സംസ്കൃത നാടകത്തിൽ സാൻസ്ക്രിറ്റ് മാത്രമാണോ ഉപയോഗിച്ചിരുന്നത്? അല്ല, ചിലപ്പോഴൊക്കെ സാധാരണക്കാരുടെ ഭാഷകളും ഉപയോഗിച്ചിരുന്നു. പ്രാകൃത്, പാലി പോലുള്ള ഭാഷകൾ. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഇതേ ചോദ്യം തന്നെ വേറൊരു രീതിയിലും ചോദിക്കാം. ഈ ദ്വിഭാഷാ പ്രയോഗം സംസ്കൃത നാടകങ്ങൾ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവാത്ത അവസ്ഥയുണ്ട്. സാൻസ്ക്രിറ്റ് സാധാരണക്കാർക്ക് അറിയാൻ പാടില്ലാത്ത ഭാഷയാണ്. ഇപ്പോൾ കോമൺ പീപ്പിളിൽ നിന്ന് അകറ്റി നിർത്തിയോ സംസ്കൃത നാടകത്തെ? പോപ്പുലർ ഡ്രാമ എന്ന പേര് അതിന് കിട്ടാതെ പോയത് അതുകൊണ്ടാണ്. ഗ്രീക്ക് ഡ്രാമയ്ക്കും ഇംഗ്ലീഷ് നാടകങ്ങൾക്കും ഒക്കെ ആ പ്രശസ്തി, സാധാരണക്കാരുടെ ഇടയിലുള്ള ആ പ്രചാരം കിട്ടിയപ്പോൾ സംസ്കൃത നാടകങ്ങൾ രാജകൊട്ടാരങ്ങളുടെ പരിരക്ഷയിലുള്ള കൊട്ടാര നാടകങ്ങൾ മാത്രമായി അവശേഷിച്ചു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. ഈ 2 ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരം എഴുതിയാൽ മതി. എന്താണ്? Does the bilingual nature of Sanskrit drama restricted common people from watching drama, and thus Sanskrit drama failed to win fame as people's drama when compared to Greek drama? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ 2 രീതിയിൽ ചോദിച്ചാലും നമുക്ക് ഉത്തരം ഒന്ന് തന്നെ എഴുതാം. One of the unique aspects of the Sanskrit drama is its bilingual nature. സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ തനത് സവിശേഷതകളിൽ ഒരെണ്ണം അതിൻ്റെ ബൈലിംഗൽ സ്വഭാവമാണ്. ദ പ്രൊട്ടഗണിസ്റ്റ്, അതായത് നായകൻ, ഹീറോ, who belong to the upper caste. മിക്കപ്പോഴും നായകൻ മേൽജാതിക്കാരനായിരിക്കും. such as Brahmins and Kshatriyas. ബ്രാഹ്മണ അല്ലെങ്കിൽ ക്ഷത്രിയ കുലത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും നായകന്മാർ. സ്പോക്ക് ഇൻ സാൻസ്ക്രിറ്റ്. അപ്പോൾ അവർക്ക് സംസ്കൃതം തന്നെ സംസാരിക്കണം. ദ ക്യാരക്ടേഴ്സ് ഫ്രം അതർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി സച്ച് ആസ് സോൾജിയേഴ്സ്. സമൂഹത്തിന്റെ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അതായത് ഭടന്മാര്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. സെർവൻസ്, വുമൺ ആൻഡ് ചിൽഡ്രൻ. അതുപോലെ തന്നെ വേലക്കാര്, സ്ത്രീകള്, കുട്ടികൾ എക്സെട്ര. അവരൊക്കെ സ്പോക്ക് ഇൻ ദ വേരിയസ് പ്രാകൃത ലാംഗ്വേജ്. സംസ്കൃതം ഉയർന്നവരുടെ ജാതിക്കാരുടെ ഭാഷയാണെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയാണ് പ്രാകൃത്. പ്രാകൃത ഭാഷയിലാണ് അവരൊക്കെ സംസാരിക്കുന്നത്, താണജാതിക്കാർ. സോ ദ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് എൻകൗണ്ടേർഡ് ഹിയർ സച്ച് ആസ് സൂത്രധാർ, ഡയറക്ടർ. സംവിധായകനെ, സംസ്കൃത നാടകങ്ങളുടെ സംവിധായകനെ പറയുന്ന പേര് സൂത്രധാരൻ എന്നാണ് കേട്ടോ. ദ നായക്, ഹീറോ, നായകൻ. ദ നായകി, ഹീറോയിൻ, നായിക. ആൻഡ് ദ വിദൂഷക, അതായത് കോർട്ട് ജസ്റ്റർ, വിദൂഷകൻ, അദ്ദേഹവും ഒക്കെ എന്ത് ചെയ്തു? സ്പീക്ക് എയ്തർ ഇൻ സാൻസ്ക്രിറ്റ് ഓർ പ്രാകൃത്. ഇവരൊക്കെ ചിലപ്പോൾ സാൻസ്ക്രിറ്റിലും ചിലപ്പോൾ പ്രാകൃതിലും സംസാരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദർ കാസ്റ്റ്, അവർ ആരോട് സംസാരിക്കുന്നു എന്ന അവരുടെ ജാതി, അവരുടെ ക്ലാസ്, ജെൻഡർ ആൻഡ് ഏജ്, അവരുടെ പ്രായം, ഇതൊക്കെ നോക്കിയിട്ട് അവർ മാറി മാറി ഇതൊക്കെ സംസാരിക്കും. സച്ച് എ ലിംഗ്വിസ്റ്റിക് കൺസ്ട്രക്ഷൻ
ഇങ്ങനെ ഒരു സങ്കീർണമായ ഭാഷാഘടനയുള്ളത് കൊണ്ട് ഓഫ് ദ പ്ലേ നാടകത്തിലുള്ളത് കൊണ്ട് ഇറ്റ് റെസ്ട്രിക്റ്റഡ് ദ വെറൈറ്റി ഓഫ് പീപ്പിൾ ഹു കുഡ് വാച്ച് ആൻഡ് എൻജോയ്. ഈ നാടകം കാണാനും ആസ്വദിക്കാനുമുള്ള വിവിധങ്ങളായ ആൾക്കാരെ അത് റെസ്ട്രിക്റ്റ് ചെയ്തു എന്ന് പറയാം. സാധാരണക്കാർക്ക് അത് കണ്ടാസ്വദിക്കാൻ കഴിയുമായിരുന്നില്ല, സങ്കീർണമായ ഭാഷാഘടനയുണ്ടായിരുന്നത് കൊണ്ട്. ദസ് അങ്ങനെ ദ ഓഡിയൻസ് വാസ് മോസ്റ്റ്ലി ലിമിറ്റഡ് ടു എ റിഫൈൻഡ് സർക്കിൾ. ഈ കാണികൾ എപ്പോഴും പരിഷ്കൃതരായിട്ടുള്ള ഉന്നത കുലജാതരോ അല്ലെങ്കിൽ രാജകൊട്ടാരങ്ങളുമായി ചുറ്റിപ്പറ്റിയവരോ സംസ്കൃതം അറിയാവുന്നവരോ ഒക്കെ ആയിരിക്കും. ഓഫ് ദി അപ്പർ കാസ്റ്റ് സച്ച് ആസ് റോയൽറ്റി, പ്രത്യേകിച്ചും റോയൽറ്റിയിലുള്ള ആൾക്കാർ, അരിസ്റ്റോക്രാറ്റ് അതായത് മേൽജാതിക്കാരായിട്ടുള്ള ഉന്നത കുലജാതര്, ബ്രാഹ്മിൺസ് ആൻഡ് ക്ഷത്രിയാസ് ബ്രാഹ്മണര് ക്ഷത്രിയര്, ലീഡിങ് ടു റോയൽ പാട്രണേജസ്. സ്വാഭാവികമായിട്ടും ഈ നാടകങ്ങൾക്കൊക്കെ രാജകീയ പരിചരണവും സംരക്ഷണവും അവരുടെ ചെല്ലും ചെലവും രാജകൊട്ടാരങ്ങളിൽ നിന്നുള്ള സമ്പത്ത് കൊണ്ടാണ് നൽകപ്പെട്ടിരുന്നത് നടീനടന്മാർക്കും അതുപോലെ തന്നെ കഥാഎഴുത്തുകാർക്കും സംവിധായകർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ. കാരണം എന്താണ്, ഇവ കൂടുതൽ കാണികളും ആസ്വദിക്കുന്നവരും രാജകൊട്ടാരങ്ങളുമായി ചുറ്റിപ്പറ്റിയുള്ളവരാണ്, വരേണ്യവർഗമാണ്. ഈവൻ ദ നാട്യശാസ്ത്ര സ്റ്റേറ്റ്സ് ദാറ്റ്, നാട്യശാസ്ത്രത്തിൽ പോലും ഒരു കാര്യം പറയുന്നുണ്ട്, ദി ഐഡിയൽ സ്പെക്ടേറ്റേഴ്സ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് നോബിൾ മെൻ. ഈ നാടകത്തിന്റെ മാതൃകാപരമായ കാണികൾ ആരായിരിക്കണം? ഓഡിയൻസ് എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രയോഗമാണ് സ്പെക്ടേറ്റേഴ്സ്, കാണികൾ. ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് നോബിൾ മെൻ, അവരെപ്പോഴും വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ തന്നെ പരിഷ്കൃതരുമായിരിക്കണം. All four castes should watch the play as long as they were seated separately. ഇനി അഥവാ 4 ജാതിക്കാർക്കും നാടകം കാണണമെന്നാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അവരെ 4 പേരെയും 4 വ്യത്യസ്ത തരത്തിൽ സീറ്റ് ചെയ്ത് ഇരുത്തണം എന്നുകൂടി നാട്യശാസ്ത്രം പറയുന്നു. ഇറ്റ് ഈസ് നോ സർപ്രൈസ് then that Sanskrit drama failed to be a people's drama. ജനങ്ങളുടെ നാടകം എന്ന പേരിൽ പേരെടുക്കാൻ സംസ്കൃത നാടകം പരാജയപ്പെട്ടതിൽ അത്ഭുതമില്ല. such as those in ancient Greece and medieval England. മധ്യകാല ഇംഗ്ലണ്ടിലെ നാടകങ്ങളിൽ നിന്നും പുരാതന ഗ്രീസിലെ നാടകങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി സംസ്കൃത നാടകം പൊതുജനങ്ങളുടെ നാടകം എന്ന കലാരൂപം എന്ന് പേരെടുക്കാതെ പോയതിന്റെ കാരണവും ഇത് തന്നെയായിരുന്നു നമ്മുടെ ചോദ്യം. 2 ചോദ്യങ്ങളുണ്ട്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ബൈലിംഗൽ നേച്ചർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ എന്ന് ചോദിച്ചാലും, ഡസ് ദ ബൈലിംഗൽ നേച്ചർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ റെസ്ട്രിക്റ്റഡ് കോമൺ പീപ്പിൾ ഫ്രം വാച്ചിങ് ഡ്രാമ ആൻഡ് ദ സാൻസ്ക്രിറ്റ് ഡ്രാമ ഫെയിൽഡ് ടു വിൻ ദ ഫെയിം ആസ് പീപ്പിൾസ് ഡ്രാമ വെൻ കമ്പയർഡ് ടു ഗ്രീക്ക് ആൻഡ് മിഡീവൽ ഇംഗ്ലീഷ് ഡ്രാമ എന്നൊക്കെ ചോദിച്ചാലും ഇതേ ഉത്തരം തന്നെ. ഇതിനു മുമ്പ് നമ്മൾ നോക്കിയത് നാടകത്തിന്റെ ട്രാൻസിഷന്റെ 5 ഘട്ടങ്ങളെ കുറിച്ച്, സാൻസ്കൃത് നാടകത്തിന്റെ പ്ലോട്ട് സ്ട്രക്ചറിലെ 5 ട്രാൻസിഷൻ സ്റ്റേജസ് ഫൈനൽ കൾമിനേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഒറിജിൻ അഥവാ മുഖ, ഇൻസിഡന്റ് അഥവാ പ്രതിമുഖ, ദെൻ ജേം അഥവാ ഗർഭ, 4-മത്തേത് ഫോർത്ത് ക്രൈസിസ് അഥവാ വിമർശ, 5-മത്തേത് കംപ്ലീഷൻ അഥവാ നിർവഹണം. ഇങ്ങനെയാണ് 5 ഘട്ടങ്ങളായിട്ട് പറയാം. അതിന് മുൻപ് നമ്മൾ ഒരു ചോദ്യം നോക്കിയത് ഏതാണ്? അനൂപ് നോക്കിയത് ദി ഒറിജിൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ dates back to around 200 BCE, influenced by various factors including Buddhist and Vedic traditions. ബുദ്ധിസ്റ്റ് ട്രഡീഷനും വേദിക് ട്രഡീഷനും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയുടെ ഒറിജിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അശ്വഘോഷനാണ് ഫസ്റ്റ് സാൻസ്ക്രിറ്റ് ഡ്രാമറ്റിസ്റ്റ് ആയിട്ട് നമ്മൾ കരുതുന്നത്. ആരെയാണ്? അശ്വഘോഷ, ബുദ്ധിസ്റ്റ് ഫിലോസഫർ ആണ്. ദ ഗവൺമെന്റ് ഓഫ് Indian drama, the development of Indian drama was likely to be shaped by multiple influences, including the possible Greek inspiration. ഇന്ത്യൻ ഡ്രാമാറ്റിക് ട്രഡീഷന്റെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് വിവിധങ്ങളായ കാരണങ്ങളായിരിക്കാം, മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, മിക്കവാറും ഗ്രീക്ക് ഇൻസ്പിറേഷനും അതിനകത്ത് ഉണ്ടായിരിക്കാം. ഇൻക്ലൂഡിങ് പോസിബിളി, സാധ്യതയുണ്ടാകാം ഗ്രീക്ക് ഇൻസ്പിറേഷനും കൂടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത്.